ഗുഡ് മോർണിംഗ്. മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മുടെ പെറ്റൂണിയ ചെടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ പല സ്ഥലത്തുനിന്ന് പെറ്റൂണിയയുടെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പം പല ആൾക്കാരുടെയും സംശയം അത് നടുന്ന രീതി എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ പലരും വാങ്ങിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെ നടണം എന്നുള്ളത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു തൈയാണ്. ഇത് സീഡിട്ട് മുളപ്പിച്ച തൈയാണ്. പിന്നെ നമ്മൾ രണ്ട് രീതിയിൽ പെറ്റൂണിയനെ പ്രൊപ്പഗേഷൻ ചെയ്യാറുണ്ട്. ഒന്ന് സീഡിട്ട് മുളപ്പിക്കുന്നു, രണ്ടാമത്തത് സ്റ്റെം കട്ടിങ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഇത് സീഡിട്ട് മുളപ്പിച്ച തൈകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഒരു പ്ലാന്റാണ് ഇന്ന് നട്ട് നമ്മളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നടാൻ വേണ്ടി ഈ ചെടിയാണ് എടുത്തേക്കുന്നത്. നടുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഗാർഡൻ സോയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഹാങ്ങിങ് പോട്ട് എടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ടിൻ്റെ അടിയിൽ ഹോൾസ് അതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളും എടുത്തിട്ടുണ്ട്. മറ്റുള്ള പോട്ടിലേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണേ. ഇതേപോലെ നമ്മൾ നിറച്ച് കൊടുക്കുന്നു. ഇതുപോലെ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് എടുത്തിട്ടുള്ള പ്ലാന്റ് നമുക്ക് നട്ടു കൊടുക്കാം. പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു മിശ്രിതത്തിലാണ് ഇടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കവറ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ പതുക്കെ കവറിൽ നിന്നും ഇതിൻ്റെ വേരുകൾ പൊട്ടാണ്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പെറ്റൂണിയയുടെ വേരുകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ടത് നല്ല കെയർ ചെയ്ത് തന്നെ നമുക്കിതിനകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കാം. വേരൊന്നും പൊട്ടാണ്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്ക് ഇത് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ചെടി സേഫായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇറുക്കിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം. അതൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് റിമൂവ് ചെയ്ത് മാറ്റാം. പിന്നെ ഇതിൽ സൈഡിൽ കിടക്കുന്ന മണ്ണുകളൊന്നും നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ചുവട്ടിലുള്ള മണ്ണുകൾ മാത്രം ഒന്ന് ചെടിയൊന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചൊന്ന് നനച്ചതിന് ശേഷം വെയിലില്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. പിടിച്ചു എന്ന് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പതുക്കെ 1-2 ആഴ്ച വേണ്ട, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇത് സാധാരണ നോർമൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഇങ്ങനെയാണ് പെറ്റൂണിയയുടെ തൈകളൊക്കെ നടുന്നത്. ഇതുപോലെ നിങ്ങൾ കിട്ടുന്ന പ്ലാന്റുകളും ഇതുപോലെ തന്നെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിക്കാത്ത രീതിയിൽ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. ചെറിയ പെറ്റൂണിയയുടെ തൈകൾ എങ്ങനെയാണ് മാറ്റി നടുന്നതെന്നുള്ളതാണ് അടുത്ത ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പം മറക്കാതെ വീഡിയോ കാണുക. കൂടാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.